ഈ ജിൻഡോയിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് പറയട്ടെ ശ്വേത. ഒരു പണി ഏൽപ്പിച്ചാല് മരിച്ചാലും അവൻ ചെയ്തിട്ടേ പോകത്തുള്ളൂ. ഞാൻ എല്ലാവരോടുമായിട്ട് ഇന്നലെ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ജിൻഡോയും ജാസ്മിനും ഒന്നായാലും അന്ന് നിന്റെയൊക്കെ അവസാനമാണ് എന്ന്. ജിൻഡോയും കൊള്ളാം, ജാസ്മിനും കൊള്ളാം, രണ്ടുപേരും അടിപൊളിയാണ്, രണ്ടുപേരും നല്ല രസമാണ്. പിന്നെ ഇപ്പോഴുള്ള പവർ ടീം ആരെതിരെ വന്നാലും അടിച്ചു ജയിക്കണമെന്നാണ് അവരുടെ പ്ലാൻ. അധികാരം വിട്ടുകൊടുക്കാൻ അവർക്ക് ഒരു പ്ലാനും ഇല്ല. അതുകൊണ്ട് അവർക്കെതിരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമിനെ ഇടണം, സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ ഇടണം. ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ ജിൻഡോ, അർജുൻ, ശ്രീതു ഇവരുടെ ടീമാണ് സ്ട്രോങ്. അവരെ ജയിപ്പിക്കണം ഇവർക്കെതിരെ കളിക്കാനായിട്ട്. നമ്മുടെ സാബു ഇപ്പോൾ ശ്വേതയോട് പറഞ്ഞൊരു കാര്യമാണ് ഡെൻ റൂമിൽ ഇരുന്നിട്ട്. ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം ലാസ്റ്റ് പറയാം, ലാസ്റ്റ് വരെ കാണുക. ഒരു രാജകുമാരിയെ പോലെ ഗ്രാൻഡ് ആയിട്ട് ശ്വേത മേനോന്റെ എൻട്രി ഉണ്ടായിരുന്നു ലൈവിനകത്ത്. വന്ന് കയറിയപ്പോഴേ ശ്വേതയ്ക്ക് പവർ റൂമിൽ കയറണം, റൂൾസിനെതിരാണ് എന്ന് പവർ ടീം പറഞ്ഞ് മനസ്സിലാക്കി നോക്കി. പക്ഷെ ശ്വേത ഓർത്തോണ്ടിരിക്കുന്ന പവർ ടീം മനഃപൂർവ്വം അവർക്ക് എൻട്രി നിഷേധിക്കുന്നതാണ് എന്നാണ്. അങ്ങനെ അല്ല എന്നുള്ളത് ഈ ഷോ കണ്ടുകൊണ്ടിരുന്ന ആർക്കും മനസ്സിലാവും. ശ്വേത കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ കാണാനായിട്ടാണ് ശ്വേത നിർബന്ധം പിടിച്ചത്, പവർ റൂം ഒന്ന് കയറി കാണാനായിട്ടാണ്. അതിനകത്ത് താമസിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ, അല്ലാതെ കയറി കാണാൻ പാടില്ല എന്നുള്ളത് ഞാനും ആലോചിച്ച് നോക്കിയൊരു കാര്യമാണ്. അങ്ങനെ ബിഗ് ബോസ് എവിടെയും പറഞ്ഞിട്ടില്ല. ഗസ്റ്റുകളാണ് ഇവർക്ക് കയറി കാണാൻ വേണമെങ്കിൽ. അത് ശ്വേത പറയുന്നതുകൊണ്ട് സാബു കണ്ടുപിടിക്കാത്ത ലൂപ്പ് ഹോളൊക്കെയാണ് ശ്വേത കണ്ടുപിടിച്ചത്. ഇത് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നുണ്ട് ആദ്യം പവർ ടീമുമായിട്ട്. അതെന്തായാലും പൊളിച്ചടുക്കി. പവർ ടീമിനെ വന്ന് കയറിയപ്പോഴേ ശ്വേത പൊളിച്ചടിക്കുന്ന കാഴ്ചയാണ്. പിന്നെ മറ്റേ രത്നക്കല്ലൊക്കെ ആയിട്ടാണ് വന്നത്. ഏതോ രാജവംശത്തിലെ ഏതോ രാജകുമാരിയാണ്, അലക്സാണ്ട്ര രാജകുമാരി. അപ്പൊ അതൊരു പെഡസ്റ്റലിലാക്കി ഡെൻ റൂമിൽ വെച്ചിട്ടുണ്ട്. ഡെൻ റൂമിലാണ് ശ്വേത താമസിക്കാൻ പോകുന്നത്. അധികം വൈകാതെ ആരെങ്കിലും ഈ ഒരു രത്നക്കല്ല് അടിച്ചു മാറ്റാൻ സാധ്യത ഉള്ളതുകൊണ്ട് സെക്യൂരിറ്റി റീസൺസ് കാരണം അവിടുന്ന് എങ്ങോട്ട് പോകുന്നില്ല എന്നൊക്കെയാണ് ശ്വേത പറയുന്നത്. അവിടെ തന്നെ ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ആദ്യം പറഞ്ഞ സാബുവിന്റെയും ശ്വേതയുടെയും കോൺവെർസേഷൻ, മെയിൻ ആയിട്ടും സാബു ജിൻഡോയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. അടുത്ത ആഴ്ചത്തെ പവർ ടീമിൽ ജിൻഡോ ഇരിക്കണമെന്ന് സാബു തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് പോലെയാണെന്ന് തോന്നുന്നു. ശ്വേതയ്ക്കും ഏറെക്കുറെ ഇതേ അഭിപ്രായങ്ങൾ തന്നെയാണ്. പിന്നെ ജാസ്മിൻ ഫാൻ ആണെന്ന് തോന്നുന്നു ശ്വേത. ജാസ്മിനെ വിളിച്ചൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട്, മറ്റേ പാട്ടൊക്കെ പാടാൻ പറയുന്നുണ്ട്, വൈകുന്നേരം കൾച്ചറൽ ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞ് ടാസ്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സാബു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്വേത കേട്ടിരിക്കുന്നുണ്ട്. ശ്വേതയ്ക്ക് ഒരു എതിരഭിപ്രായമൊന്നുമില്ല. നമുക്ക് നോക്കാം ഇവരുടെ പ്ലാൻ എന്താണ് എന്നുള്ളത്. ഈ ഒരു കല്ല് ശ്വേതയായിട്ട് ആർക്കെങ്കിലും കൊടുക്കുമോ എന്നോ അല്ലെങ്കിൽ ആരും അടിച്ചു മാറ്റും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.